പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നതിനിടെ ഗൾഫ് നാടുകളിൽ CBSE പരീക്ഷയ്ക്ക് ബദൽ മാർഗങ്ങളിലൂടെ മാർക്ക് നൽകുന്നത് പരിഗണിക്കാൻ നീക്കം. വിഷയം ചർച്ച ചെയ്യാൻ CBSEയുടെ നിർണായക യോഗം ഇന്ന് ചേരും. സംഘർഷ സാഹചര്യം തുടരുന്നതിനാൽ പരീക്ഷകൾ പൂർണ്ണമായി മാറ്റണമെന്ന ആവശ്യം പരിഗണിക്കുമെന്നാണ് സൂചന. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് PR അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ദിലീപ്കുമാർ, പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് പിന്നാലെ ഗൾഫ് മേഖലയിലെ CBSE വിദ്യാർത്ഥികൾ വലിയ രീതിയിൽ ആശങ്കയിൽ തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. 10ാം ക്ലാസ് പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കുകയും 12ാം ക്ലാസ്സിലെ പരീക്ഷകൾ മാറ്റിവെക്കുന്ന സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. 16ാം തീയതി നിലവിൽ പരീക്ഷകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ആ പരീക്ഷകളുമായി ബന്ധപ്പെട്ട തുടർ തീരുമാനങ്ങളാണ് ഇന്ന് CBSE എടുക്കുക. പൂർണ്ണമായും ഈ പരീക്ഷ മാറ്റിവെക്കണമെന്ന ആവശ്യം ഇതിനോടൊപ്പം തന്നെ പല വിദ്യാർത്ഥി സംഘടനകളും ഉയർത്തിയിട്ടുണ്ട്. കാരണം സംഘർഷം തുടരുന്ന പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ സുരക്ഷ അത് അതീവ നിർണായകമെന്നതാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ തുടർ പഠനങ്ങളെ അടക്കം ഇത്തരത്തിൽ പരീക്ഷ മാറ്റിവെക്കുന്നത് ബാധിക്കുമെന്നും ഇത്തരത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അടിയന്തര യോഗം ഇന്ന് CBSE ചേരാൻ പോകുന്നത്. കൃത്യമായി ഒരു ബദൽ മാർഗം ഈ മാർക്കുകൾ നൽകുന്നതിൽ, ഒരുപക്ഷെ പരീക്ഷ റദ്ദാക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ മാർക്കുകൾ നൽകുക എന്ന കാര്യത്തിലാണ് CBSE ഇന്ന് നിർണായക യോഗം ചേരുക. നേരത്തെ കോവിഡ് പ്രതിസന്ധി സമയത്തും സമാനമായ തീരുമാനം CBSE എടുത്തിരുന്നു. CBSEയുടെ 2 ഘട്ടമായിട്ടാണ് ഈ പരീക്ഷകൾ നടക്കുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിലെ പരീക്ഷയും അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ മെത്തേഡിലൂടെ വിദ്യാർത്ഥികളെ പരിഗണിക്കുക എന്നതാണ് CBSEയുടെ മുന്നിലുള്ള മാർഗമെന്ന് പറയുന്നത്. ഇതിൽ കൃത്യമായ നിലപാടുകൾ ഇന്ന് CBSE ബോർഡ് പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു അന്തിമ തീരുമാനം എന്തായാലും CBSEയുടെ ഭാഗത്തു നിന്നുണ്ടാകും. 10ാം ക്ലാസ് പരീക്ഷകൾ ഇതിനോടൊപ്പം തന്നെ റദ്ദാക്കിയിട്ടുണ്ട്. 12ാം ക്ലാസ് പരീക്ഷകളാണ് നിലവിലുള്ളത്. 16ാം തീയതി നിലവിൽ ഷെഡ്യൂൾ ചെയ്ത പരീക്ഷകളുണ്ട്. അത് മാറ്റണമോ അല്ലെങ്കിൽ ബദൽ മാർഗത്തിലൂടെ മാർക്ക് നൽകണമോ എന്ന കാര്യമാണ് CBSE പരിശോധിക്കുന്നത്. ദിലീപ് കുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.